ഈ ദിവസം രാത്രി പാല് പപ്പാതിയെ കുടിക്കൂ. അത് ജീവിത പങ്കാളി ആവുന്നതിന് മുമ്പുള്ള പങ്കിടല. എന്നാൽ നമ്മുടെ കാര്യത്തിൽ അത് വേണോ? ഹരീഷേട്ടന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. കുടിച്ചോ. ഇഷ്ടമില്ലാതെ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്ന പാല് കാച്ചി തന്നിട്ട് അമ്മ പറഞ്ഞു കൊണ്ടു കൊടുക്കാൻ. അതുകൊണ്ട് വന്നാണോ? ആണോ? ഹരീഷേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? നീയേ ഈ ദിവസം തന്നെ എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി നോക്കുവാണോ? ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. ഓരോന്ന് പറയുന്നത് ഹരീഷേട്ടനല്ലേ? ഞാൻ ഓരോന്ന് പറയുമ്പോ നീ എന്റെ മോളിൽ കയറി പറയുന്നത് എന്തിനാടി? ഹരീഷേട്ടൻ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ തന്നെ നിന്റെ സംസാരത്തിന് ഒരു മയവും ഇല്ല. ഹരീഷേട്ടന്റെ സംസാരത്തിലുണ്ടോ? ഞാൻ ഒരാണല്ലേ? അല്ലേ? അതെനിക്കറിയാലോ. എന്നുവെച്ചാ? അല്ല, അതിങ്ങനെ എടുത്തു പറയണ്ടെന്ന് പറഞ്ഞതാ. നിനക്ക് എന്നെ പുച്ഛമാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിലെ എന്താണെന്നും എനിക്കറിയാം. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഇന്ന് നീ എന്റെ ബെഡ്റൂമിലായിരിക്കത്തില്ല. അവനുണ്ടല്ലോടി ആ ചന്തു, അവന്റെ ബെഡ്റൂമിലായിരിക്കത്തില്ലേ? അല്ലേ? പോയി കിടക്ക്, പോയി കിടക്കടി. അനു, നിനക്കൊന്നും ഉറക്കം വരത്തില്ലായിരിക്കും അല്ലേ? വീട് മാറി കിടക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. അതെ, ഈ വീടായതുകൊണ്ടാ. അല്ലെങ്കിൽ നിനക്ക് പെട്ടെന്ന് ഉറക്കം വന്നേനെ അല്ലേ? വരത്തില്ലേ? സത്യത്തിൽ എന്തിനാ നമ്മൾ വിവാഹം കഴിച്ച? ഇയാള് ഞാൻ ചിന്തിച്ചതിലും ഡേഞ്ചറാണ്. നീ എന്തോ ഇപ്പൊ ചിന്തിച്ച? എന്തോ? ഞാനൊന്നും ചിന്തിച്ചില്ല. ചിന്തിച്ചു. നീ ഇപ്പൊ ചിന്തിച്ചു. നിന്റെ മനസ്സിൽ പാവനല്ലടി അല്ലേ ആ ചന്തു? നീ എങ്ങോട്ടാ പോന്നെ? ഞാൻ ഇനി മുതൽ താഴെ കിടന്നോളാം. പറ്റുമെങ്കിലേ ഒരു സഹായം ചെയ്യണം. ഒരു പായോ ചെറിയ ബെഡ് വാങ്ങിച്ചേരണം. ഞാൻ ഇനി മുതലേ ഇന്ന് നിലത്ത് കിടന്നോളാം. എന്ന് വരെ എനിക്കറിയാം. ഈ ബന്ധം പിരിയുന്നത് വരെ.
ഇന്ന് ഇന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറിയത് അല്ലേ? രമ്യക്കാണെങ്കിൽ കല്യാണം തുടങ്ങി അവസാനിക്കുന്നതൊരു ടെൻഷനോട് ടെൻഷനായിരുന്നു. നമ്മുടെ കല്യാണം ആരെങ്കിലും മുടക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു എന്റെ പേടി. അതിനെ കുറെ പേര് ശ്രമിച്ചല്ലോ, എന്നിട്ട് നടന്നോ? ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത ഒന്നും വിശ്വസിക്കില്ല എന്റെ മോളെ. ഇന്നത്തെ കാലത്ത് ആർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് മൊബൈൽ സജീവമായ ഈ കാലത്ത്, അല്ലേ? ഇനിയിപ്പോ നീ കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കതിൽ പ്രശ്നമില്ല. പക്ഷേ കല്യാണശേഷം അത് പാടില്ല. വിശാഖ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഹേയ്, ഒരിക്കലുമില്ല. ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെയാ വിവാഹം കഴിച്ചത്. നിനക്ക് അനുവിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഓ, അത് അങ്ങനെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കിട്ടില്ലായിരുന്നു. എന്റെ രമ്യെ, ഇവളുമാരൊക്കെ അഹങ്കാരികളാ. അതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും അവരെ ഇഷ്ടമല്ല. പക്ഷേ വിശാഖിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവരോട് വലിയ സിമ്പതിയാണല്ലോ. നീ എന്റെ അമ്മയെ മാത്രം നോക്കിയാൽ മതി. അമ്മയെ സ്നേഹിക്കണം, അമ്മയുടെ വിശ്വാസം പിടിച്ചു പറ്റണം. അതാ എന്റെ ആഗ്രഹം. അത് 100-ൽ 101% ഞാൻ ചെയ്തിരിക്കും. എന്നാ പിന്നെ കിടക്കാം. നാളെ രാവിലെ നിന്റെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? ഈ സമയത്ത് ആരാ വിളിക്കുന്നത്? അതങ്ങ് ഓഫാക്കിക്ക്. വിശാഖെ, അമ്മയാ. അമ്മയാണോ? അപ്പൊ പിന്നെ കട്ടിയുന്ന ശരിയല്ല. അമ്മയ്ക്ക് വലിയ സങ്കടമായി ഞാനിങ്ങ് പോകുന്നത്. അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ ദേ വരുന്നേ. അമ്മയോട് ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? അതല്ല വിശാഖെ, അമ്മ സംസാരിക്കുമ്പോ എനിക്ക് കരച്ചിൽ വരും. ഇന്നത്തെ ദിവസം ഈ മുറിയിലിരുന്ന് കരയുന്നത് ശരിയല്ല. അതുകൊണ്ട് പുറത്തു പോയി നിന്ന് മനസ്സിനൊരാശ്വാസം കിട്ടുന്നവരെ ഞാനൊന്ന് കരഞ്ഞോട്ടെ. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ സമയത്ത് ആരെങ്കിലും വിളിക്കൂ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ രമ്യ? അതെ, സ്നേഹം കൊണ്ട് തന്നെയാ. ഏതായാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ അമ്മയ്ക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് പിന്നെ ഫോൺ ഓഫാക്കിയേക്കാം. വേഗം വന്നേക്കണം. നമ്മുടെ ആദ്യ രാത്രിയാ, അത് മറക്കരുത്. എന്തടി, തിരക്കൊക്കെ കഴിഞ്ഞില്ലേ? എന്നോട് നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ ഓഡിറ്റോറിയത്തിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചേ? എത്ര നേരം നിന്ന് ഞാൻ നോക്കി നിന്നെന്നറിയോ? സോറി മോളെ, പറ്റിപ്പോയടി. ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നായിരുന്നേ. അപ്പോഴാണ് എൻ്റെ 1-2 കൂട്ടുകാരെ ഞാൻ അവിടെ വെച്ച് കണ്ടതേ. ഓ,
പിന്നെ അവരുമായിട്ട് കൂടി കാണും. അടിച്ച് ഫിറ്റായി നിൽക്കുന്ന നിന്നെ ഞാൻ പുറത്ത് വന്നപ്പോ കണ്ടായിരുന്നു. അയ്യോ, കണ്ടായിരുന്നോ? കണ്ടു. ഞാൻ മാത്രമല്ല, അവിടെ വന്നവരെല്ലാരും കണ്ടു. എന്റെ അമ്മയും രമാകാന്തനും അവൻ കെട്ടിയ പെണ്ണും അവളുടെ വീട്ടുകാരും വരെ കണ്ടു. എന്തൊരു കുടിയാടാ നീ കുടിച്ചത്? എന്നെ കണ്ടിട്ട് പോലും നീ അറിഞ്ഞില്ലല്ലോ. അതെ അതെ അതെ, സത്യമായിട്ട് ഞാൻ ഇനി കുടിക്കത്തില്ല. നീ ഇത് എത്ര തവണ എന്നോട് പറഞ്ഞു? ഒരിക്കലെങ്കിലും നിനക്ക് വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി നിന്നെ എനിക്ക് കാണണ്ട. അയ്യോ, അങ്ങനെ അങ്ങനെ പറയല്ലേ. എനിക്ക് ഇന്ന് രാത്രി തന്നെ നിന്നെ ഒന്ന് കാണണം. അയ്യോ അയ്യോ, എന്തുപറ്റി? ഒന്നുമില്ല. ഇനി വന്നാലും നിനക്ക് ഞാൻ മുഖം തരത്തില്ല. ഒരു മദ്യപാനിയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. മോളെ, നിന്നെ നേരിൽ കണ്ട് നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, ഇനി ഞാൻ മദ്യപിക്കൂല. എന്നിട്ട് വേണം എന്റെ തല പൊട്ടിത്തെറിക്കാൻ. വേണ്ട ഇന്ദ്ര, ഇന്ന് രാത്രി എന്തായാലും നമുക്ക് കാണണ്ട. അത്രയ്ക്ക് തന്നെ ഞാൻ വെറുത്തുപോയി. ഇനി അതൊക്കെ മാറി വരാൻ സമയമെടുക്കും. അതൊന്നും പറ്റൂല മോളെ. നീയുമായിട്ട് എനിക്ക് ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാ. എന്തായാലും ഇന്ന് രാത്രി വേണ്ട. എന്റെ അമ്മയെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇന്ദ്രനെ വിളിച്ചോളാം. വെക്കില്ല വെക്കില്ല. ഗേറ്റ് പൂട്ടിയിരിക്കുക. ഞാൻ വരുമെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം പൂട്ടിയതാ. അതിലേ ഓടിയല്ലോ. വേണ്ട, വേറെ വഴി നോക്കിയല്ലോ. നീ കേട്ടടച്ചിട്ട് അകത്തിരുന്നു കേട്ടാ. അതെ, നിനക്ക് എത്ര കാലം ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പൊന്നോ, അവനാണ് തോന്നുന്നു. പുറത്തുനിന്ന് ഭയങ്കര ഹോണടിയാ. അവൻ തന്നെയാ. ഇപ്പൊ മോൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവൻ വിളിച്ചിരുന്നു. എന്നിട്ട് അവള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. നിങ്ങൾ ഗേറ്റ് പൂട്ടിയില്ലേ? പൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ മതിലാടി വരുമെന്ന് എന്റെ പേടി. മതില് ചാടി വന്നാലും ബെല്ലടിച്ചാലും ഡോറ് തുറക്കണ്ട. ഇത് വലിയ ശല്യമായല്ലോ പത്മം. എന്തൊരു ശല്യവൻ.
ശ്ശേ. ഹോണടിച്ച് അവന്റെ ഹോൺ പൊട്ടട്ടെ. ആ എന്നാലും നമ്മൾ ആരും പുറത്തോട്ട് ഇറങ്ങരുത്. ഇന്ന് അവളുടെ ഫസ്റ്റ് നൈറ്റാ. നാളെ അവള് വിരുന്ന് വരുമ്പം ഇവൻ കയറി വന്നാലോ? അതാ എന്റെ പേടി. ശ്ശേ, ഇവൻ ഇങ്ങനെ ഹോണടിച്ച അയൽവാസികളൊക്കെ ഉണരുമല്ലോ. ആരുണർന്നാലും നമ്മൾ ഉറങ്ങുകയാണെന്ന് കരുതി പൊയ്ക്കോട്ടെ. ലൈറ്റൊന്നും ഇടണ്ട. അവൻ പോയെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കാം. അയ്യോ വേണ്ട. പോയെന്ന് വിചാരിച്ച് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. അവൻ ബുദ്ധിയുള്ളവനാ. അവൻ എവിടെയെങ്കിലും മാറി നിന്നിട്ടുണ്ടാവും. അമ്മേ, അമ്മ ആരെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ എന്റെ മോളെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. അവള് നമ്മളെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോയി. ഇനി മുതല് അവൾ ആ വീട്ടിലെ ആളാ. അതിന്റെ സങ്കടത്തില ഞാനിപ്പോ. ഒരിക്കലുമല്ല. അമ്മയുടെ സങ്കടം മറ്റെന്തോ ആണ്. അത് നിനക്കെങ്ങനെ അറിയാം? അമ്മയെ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്നത് വിനായകൻ വക്കീല. ദേ, അയാളെ പറ്റി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. വീണ്ടും വീണ്ടും എന്തിനാ നീ അതുമായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്? അമ്മ എന്തിനാ അയാളുടെ കാല് പിടിച്ചെന്ന് എനിക്ക് അറിയണം. ഞാൻ ആരുടെയും കാലിലൊന്നും വീണിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു കർച്ചീഫ് താഴെ പോയപ്പോ ഞാൻ അത് എടുക്കാൻ പോയതാ. എന്തിനാ അമ്മ കള്ളം പറയുന്നേ? കുറെ നാളായാലോ അമ്മ അയാളെ ഭയക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം എന്ത് രഹസ്യം അയാൾ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നേ? ദേ, മേലിൽ എന്നോട് ഇതേപ്പറ്റി ചോദിച്ചോണ്ട് വരരുത്. നിന്റെ ചേച്ചി ഇന്ന് വലതുകാല് വെച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയതല്ലേ? അപ്പോ നീ അവളെ പറ്റിയല്ലേ ഓർക്കേണ്ടത്? അങ്ങനെ ഓർക്കേണ്ടതാ. പക്ഷെ അതിന് മുകളിലായിപ്പോയി അമ്മയുടെ ഇന്നത്തെ പ്രവൃത്തി. എന്റെ അച്ഛന്റെ കാല് പിടിച്ചിട്ടില്ല അമ്മ ഇതുവരെ. അച്ഛന് മുന്നിൽ തല താഴ്ത്തി നിന്നിട്ടുമില്ല. പിന്നെ എന്തിനാ അമ്മയെ പോലൊരു വക്കീലിന്റെ മുന്നില്, അച്ഛന്റെ സുഹൃത്തിന്റെ മുന്നില് അമ്മ ഇങ്ങനെ ചൂളി നിൽക്കുന്നേ? വിനായകൻ എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്കിപ്പൊ ഭയവാ. അമ്മ ഇന്ന് കല്യാണത്തിന് സദ്യ പോലും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. നല്ല മനപ്രയാസം ഉള്ളതുകൊണ്ടാ അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ. എല്ലാവർക്കും ചില രഹസ്യങ്ങളൊക്കെ കാണും. മറ്റുള്ളവർ അറിയണ്ടാത്ത രഹസ്യങ്ങള്. അതവരുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോ അമ്മയുടെ മനസ്സിൽ പുറത്തു പറയാൻ പാടില്ലാത്ത എന്തോ രഹസ്യം ഉണ്ടല്ലേ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ആരോടുള്ള ദേഷ്യം അമ്മയെ കാണിക്കുന്നേ? എന്നോട് തന്നെ എനിക്ക് ദേഷ്യം. എങ്ങോട്ടാ? ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ഒന്ന് ഹരീഷിന്റെ വീട് വരെ പോണം. ഇന്നവിടെ മറുവീട് കാണല. അവിടെ പോയെന്ന് മുഖം കാണിച്ചിട്ട് വരാം. എവിടെയും പോവാത്തയാള് ഹരീഷിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഇത്രയും താല്പര്യം കാണിക്കുന്നേ. അവൻ ആത്മാർത്ഥതയുള്ള ഒരു പയ്യനാ. എന്റെ കമ്പനിയുടെ നട്ടൽ അവനാണെന്ന് പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത പ്രശ്നമാണ്. ദുബായിലെ ബിസിനസ് ആകെ താളം തെറ്റും. അതുകൊണ്ട് ദുബായിലേക്ക് തന്നെ അയക്കുന്നതാണ് നല്ലത്. ബാലേന്ദ്രൻ സാറിന്റെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാളും വരട്ടെ. അവര് പുതുമോടിയല്ലേ. ആ, അത് പറയാൻ ഞാനങ്ങ് വിട്ടുപോയി.
ഈ പറയുന്ന ബാലേന്ദ്രൻ സാറിന്റെ ഒക്കെ പ്രിയപ്പെട്ട കുട്ടിയാ അന്ന് ആക്സിഡന്റിൽ പെട്ട് എന്റെ ഹോസ്പിറ്റലിൽ വന്നത്. അവൾ ഇന്നലെ മാരേജ് അറ്റൻഡ് ചെയ്ത് കാണുമല്ലോ. ബാലേന്ദ്രൻ സാറാ ആ കുട്ടിയെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഞാൻ സാറിനോട് പറഞ്ഞു, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങ് തന്നേക്കാൻ, നമുക്ക് വളർത്താലോ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവള് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഞാൻ സമ്മതം പോളും. തൻ്റെ തീരുമാനത്തിനപ്പുറം എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് താൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ പോയിട്ട് വരാം.